അപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള പോലീസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ തുടക്കത്തിൽ ടൈറ്റിലും ഇവിടെയൊക്കെ നിങ്ങൾക്ക് +2 എന്ന് പറയുന്ന യോഗ്യത കാണാൻ സാധിക്കും. അതെല്ലാവർക്കും അല്ല, ചില കാറ്റഗറിയിലുള്ളവർക്ക് +2 ഉള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ അവരങ്ങനെ മിസ്സായി പോകണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ +2 ആഡ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ SIൻ്റെ യോഗ്യത നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഡിഗ്രിയാണ്. അപ്പോൾ മൊത്തം ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോ ഭാഗത്തിലൂടെ പറയുന്നതായിരിക്കും. കൃത്യമായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും PSCൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ ഈ മാസം, അതായത് ഡിസംബർ മാസമാണ്, ഡിസംബർ 20 നടക്കാനായിട്ട് പോകുന്നുണ്ട്. സോ അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ മലയാളത്തിൽ PSCൻ്റെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. എനിവേ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ പ്രൈസ് വരുന്ന 87 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എല്ലാവിധ സിലബസും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും 28/11/2025 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/12/2025 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇത് ലാസ്റ്റ് ഡേറ്റ് ആണ്. ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് അത്യാവശ്യം PSCനെ പറ്റി അറിയാമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും അറിയുന്നവരായിരിക്കും. അപ്പോൾ കാറ്റഗറി നമ്പർ വഴി നിങ്ങൾ കേരള PSCൻ്റെ വെബ്സൈറ്റിൽ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ ആയിരിക്കും അപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നത്. പ്രധാനമായിട്ടും ഇതിൽ ഓപ്പൺ മാർക്കറ്റിലാണ് സാധാരണക്കാരായ, അതായത് സിവിലിയൻസ് ആയിട്ടുള്ള നോർമൽ പീപ്പിൾസിൽ പുറമേയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാത്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ളത് നോട്ടിഫിക്കേഷൻ ഇതിലുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൽ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളും ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കേരള പോലീസാണ്. കേരള പോലീസ് സിവിൽ പോലീസിൻ്റെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേട്ടോ. അതായത് ആംഡ് ബറ്റാലിയൻ്റെ ഉണ്ട്, ബറ്റാലിയൻ പോലീസിൻ്റെ അതിൻ്റെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇത് സിവിൽ പോലീസിൻ്റെതാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സിവിൽ പോലീസിൻ്റെതാണ്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. വനിതകൾക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. വുമൻസിന് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. 45,600 മുതൽ 95,600 വരെയാണ് ശമ്പളം പറയുന്നത്. വേക്കൻസി കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റിൻ്റെ കാറ്റഗറി നമ്പർ 448/2025 ആണ്. അതാണ് ഓപ്പൺ മാർക്കറ്റ് നിങ്ങൾക്കറിയാം. ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾ ചിലപ്പം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണുന്നതായിരിക്കാം. അപ്പോൾ ഓപ്പൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നത്. പിന്നെ 449/2025 എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള മിനിസ്റ്റീരിയൽ സ്റ്റാഫിനാണ്. പോലീസിൽ നിന്നുള്ള, വിജിലൻസിൽ നിന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് എക്സ്പേർട്സിനൊക്കെ, ഫിംഗർ പ്രിൻറ്റ് റിസർച്ച് ഓഫ് ദി ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിലൊക്കെ ഉള്ളവർക്ക്, അങ്ങനെ ഓരോരോ ഡീറ്റെയിൽസ് പോലീസ് അതുപോലെ തന്നെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ 450/2025 കാറ്റഗറി നമ്പറിൽ വരുന്നത്, കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റുള്ളവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. അതുപോലെ ഓപ്പൺ മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ 450/2025 എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾ, അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ ഒക്കെ ഉണ്ടാവും. പോലീസ് കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിലൊക്കെ ഇരിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ പോലീസ് ആൻഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹു ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് പ്രൊബേഷൻ പീരീഡ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ കോമ്പറ്റീഷൻ കുറവായിരിക്കും ഈ ഒരു ഓപ്പൺ മാർക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. ഇനി ഏജ് ലിമിറ്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് പുറമേയുള്ള, അതായത് സാധാരണക്കാരനായിട്ടുള്ള നിങ്ങളെയൊക്കെ പോലുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് ഏജ് ലിമിറ്റ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 20 to 31 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 2/1/1994 അതുപോലെ 1/1/2005 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് സെക്കൻഡ് കാറ്റഗറിയിലേക്ക് വരുന്ന, ഓപ്പൺ മാർക്കറ്റല്ല മിനിസ്റ്റീരിയലിലേക്കാണ്. അവിടെ 36 വയസ്സ് വരെ, ഷുഡ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് 36 വയസ്സാണ് അവരുള്ളത്. അതുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ കോൺസ്റ്റബിൾ വരെ, അതായത് ഹെഡ് കോൺസ്റ്റബിളൊക്കെ ആയിട്ടുള്ളവർക്ക് അവർക്കും അത് തന്നെയാണ് പറഞ്ഞത്, 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും സെയിം തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ, നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഡിഗ്രി ഉള്ളവർക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് +2 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഓൺലി ഇൻ ദി ആബ്സെൻസ് ഓഫ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് SC/ST candidate, applications of SC/ST candidate who have passed intermediate, അതായത് പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ +2 പാസ്സായവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. ചില സാഹചര്യങ്ങളിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുൻപായിട്ടും വീഡിയോ ചെയ്ത സമയത്ത് ആരൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, +2 ഉള്ളൂ എനിക്ക് അപേക്ഷിക്കാൻ സാധിച്ചു. അന്ന് ഞാനൊരു ഷോർട്ട് ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം +2 ഉള്ള SC/ST ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. SC/ST വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ ഗ്രാജുവേഷൻ്റെ അഭാവത്തിൽ, ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള SC/ST ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിലാണ് +2 ഉള്ളവരെ പരിഗണിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ദി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഐറ്റംസ് ഉണ്ട്. ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം. ആൺകുട്ടികളുടെ നമുക്ക് ആദ്യം നോക്കാം. ഹൈറ്റ് 165.10 സെൻറ്റിമീറ്ററെങ്കിലും ഹൈറ്റ് ഉണ്ടായിരിക്കണം.
അതുപോലെ തന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് SC/ST ഉദ്യോഗാർത്ഥികൾക്ക് 160.2 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 02 ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ചെസ്റ്റ് മെഷർമെൻറ്റ് 81.28 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് 5.08 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യണം, 5.08 സെൻറ്റിമീറ്റർ ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. SC/STക്ക് ചെസ്റ്റിലൊന്നും റിലാക്സേഷൻ ഇല്ല, ഹൈറ്റിൽ മാത്രമേ റിലാക്സേഷൻ കൊടുക്കുന്നുള്ളൂ. അതുപോലെ ഫീമെയിൽസിൻ്റെ ഫിസിക്കൽ ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ 160 സെൻറ്റിമീറ്റർ ഉയരമെങ്കിലും മിനിമം അപേക്ഷിക്കുന്ന വനിതകൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ SC/ST ഉദ്യോഗാർത്ഥികൾക്ക് 155 സെൻറ്റിമീറ്റർ മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം മെൻഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ദെൻ ഓൾസോ നിങ്ങൾക്ക് ഫിസിക്കലിൽ വരുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൺകുട്ടികൾക്ക് ഏകദേശം 8 ഫിസിക്കൽ ഐറ്റംസ് ഉണ്ട്. ക്വാളിഫൈ എനി ഓഫ് ദി 5 ഇവൻറ്റ്സ് ഔട്ട് ഓഫ് 8. ഈ 8 എണ്ണത്തിൽ നിന്ന് 5 എണ്ണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡിനുള്ളിൽ, ഹൈ ജമ്പ് 132.20 സെൻറ്റിമീറ്റർ, ലോങ് ജമ്പ് 457.20 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ പുട്ടിംഗ് ദി ഷോട്ട് 7264 ഗ്രാമിൻ്റെയാണ് കേട്ടോ. അത് 609.60 സെൻറ്റിമീറ്റർ പറയുന്നത് കാണാൻ സാധിക്കും. പിന്നെ ത്രോയിങ് ദി ക്രിക്കറ്റ് ബോളാണ് വരുന്നത് 6096 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ട് 365.80 സെൻറ്റിമീറ്റർ പറയുന്നുണ്ട്. പുള്ളപ്പോർ ചിന്നിങ് 8 തവണ എടുത്തിരിക്കണം. അതുപോലെ 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണമെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഫീമെയിൽസിൻ്റെയും കൂടി നമുക്ക് നോക്കാം. 100 മീറ്റർ ഓട്ടമുണ്ട് 17 സെക്കൻഡിനുള്ളിൽ വരുന്ന കാണാൻ സാധിക്കുന്നതാണ്. ഹൈ ജമ്പ് 1.6 മീറ്റർ പറയുന്നുണ്ട്. ലോങ് ജമ്പ് 3.05 മീറ്റേഴ്സിൻ്റെ കാണാൻ സാധിക്കും. അതുപോലെ പുട്ടിംഗ് ദി ഷോട്ട് 4 കിലോഗ്രാംസിൻ്റെ 4.88 മീറ്റേഴ്സ് പറയുന്നത് കാണാൻ സാധിക്കും. 200 മീറ്റർ ഓട്ടം 36 സെക്കൻഡിൻ്റെ ഉള്ളിൽ. ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ 14 മീറ്റർ. അതുപോലെ തന്നെ ഷട്ടിൽ റേസ് 25 മീറ്റേഴ്സ് ഇൻറ്റു 4 ആണ് പറഞ്ഞിട്ടുള്ളത്. അത് 26 സെക്കൻഡ് കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സ്കിപ്പിംഗ് 1 മിനിറ്റ് 18 ടൈംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 1 മിനിറ്റിൽ 80 തവണ ചാടേണ്ടതായി സ്കിപ്പിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്ത് ചെയ്യണം, വനിതകൾ ചെയ്യേണ്ടത് ഷുഡ് ക്വാളിഫൈ 5 ഇവൻറ്റ്സ് ഔട്ട് ഓഫ് 8 ആണ്. ഇവിടെ 8 എണ്ണം ഉണ്ട്. അതിൽ 5 എണ്ണമെങ്കിലും ഏതെങ്കിലും 5 എണ്ണം ചെയ്താൽ മതി, നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി. ഇന്ന് തന്നെ ആവണം നിർബന്ധമില്ല. ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കും. അതുപോലെ തന്നെ ആൺകുട്ടികളുടെ കാര്യത്തിലും ഏതെങ്കിലും ഒരു 5 എണ്ണം ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കും. സോ ഇത്രയധികം കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. PSCൻ്റെ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. വളരെ എളുപ്പമാണ്. നിങ്ങൾ 1 ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. SC/ST ഉദ്യോഗാർത്ഥികളാകുമ്പോൾ +2 ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇത് സിവിൽ പോലീസിൻ്റെതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആംഡ് പോലീസിൻ്റെ അപ്ഡേറ്റ് ഉടനെ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ കാറ്റഗറി നമ്പർ മറക്കേണ്ട, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. ഗസറ്റഡ് ഡേറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 28/11/2025 ഗസറ്റ്. ലാസ്റ്റ് ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. നാളെ വെക്കാമെന്ന് കരുതി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ നീട്ടി വെക്കണ്ട. ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 31/12/2025 ആണ്. അതിന് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷിക്കുക. പിന്നെ ഓപ്പൺ കാറ്റഗറീൻ്റെ കാറ്റഗറി നമ്പർ കൂടി ഒന്ന്, ഓപ്പൺ മാർക്കറ്റിൻ്റെ കാറ്റഗറി നമ്പർ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 448/2025 എന്ന കാറ്റഗറി നമ്പറിലാണ്. ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. മൊത്തം ക്ലിയർ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. PSCൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ലഭിക്കാനായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി.